നമ്മളിപ്പോൾ സാധാരണ ഒരു കേസിൽ ഒരു കുട്ടി ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പൊ ടാൻഡ്രംസ് ആണ്, അല്ലെങ്കിൽ ദേഷ്യപ്പെടുവാണ്, സങ്കടപ്പെടുവാണ്, ഒച്ച വെച്ച് അങ്ങനെ ചെയ്യുവാണെങ്കിൽ സാധാരണഗതിയിൽ ആ കൂൾ ഡൗൺ ആവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഇപ്പൊ കുട്ടി ഒന്ന് ചേർത്ത് പിടിക്കുകയോ, ഇപ്പൊ ഫിസിക്കൽ ടച്ച് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ചിലപ്പോൾ ശരിയാവും. ഫിസിക്കലി ചിലപ്പോൾ വാശി പിടിക്കുന്ന സമയത്ത് കുട്ടിക്ക് ടച്ച് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പോവരുത് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് കാമിങ് വേർഡ്സ് ഉപയോഗിക്കാം. നമ്മൾ കാമായിട്ടിരിക്കുക, നമ്മൾ കാമിങ് വേർഡ്സ് ഉപയോഗിക്കുക, എന്നിട്ട് കുട്ടിയെ ഡിസ്ട്രാക്ട് ചെയ്യുക. ഇപ്പൊ ചെറിയ രീതിക്കൊക്കെ ആണെങ്കിൽ അത് ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് ഷോർട്ട് ലിവ്ഡ് ആണ്. അപ്പൊ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞ് തന്നെ അത് മാറി അങ്ങ് പൊക്കോളും. പക്ഷെ അതിലുപരിയായിട്ട് അത് പോവാണ്. ഇപ്പൊ കുറെ നാളത്തേക്ക് അതുപോലെ തന്നെ വാശി പിടിക്കുന്നുണ്ട്, നമ്മുടെ വാക്കുകളൊന്നും അതിന് കാമാവുന്നില്ല. അപ്പൊ പിന്നെ അല്ലെങ്കിൽ വേറെ കുട്ടികളെയോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെയോ ഹേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ ഇപ്പൊ സ്വയമായിട്ട് ഹേർട്ട് ചെയ്യുന്നു. ചില കുട്ടികൾ തലയ്ക്കൊക്കെ അടിക്കും സ്വയമായിട്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ റെഡ് ഫ്ലാഗ്സ് ആണ്. അതൊക്കെ നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. കാരണം കുട്ടി സ്ട്രഗിൾ ചെയ്യാണ്. ആ സ്ട്രഗിളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ രക്ഷിതാക്കൾ എസ്പെഷ്യലി അതിനെ ഒരു ബാഡ് ചൈൽഡ് എന്നുള്ള ടാഗ് ഒരിക്കലും കൊടുക്കരുത്, ആ ലേബല്. പകരം അവരെ മനസ്സിലാക്കി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഒരിക്കലും മടിക്കരുതെന്നുള്ളത് തന്നെയാണ്.